സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷി ദുബായിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് ഇസബലയെയും കെവിനെയും വിളിച്ചു വരുത്തി സിപിയും അരുന്ധതിയും കാര്യസാധ്യത്തിനായിട്ട് ഋഷിയെ ഉപദേശിക്കാനായിട്ട് പറയുന്നു. ഈ സമയം ഋഷി, നീ ദുബായിലേക്ക് പോകണമെന്നും മേഡത്തിന് അതൊരു ആവുമെങ്കിൽ അത് നീ ചെയ്യണമെന്നും ഞങ്ങൾ ഫ്രണ്ട്സ് പറയുന്നത് നീ കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഋഷിയാണെങ്കിൽ സമ്മതം മൂളുകയാണ്. അരുന്ധതിക്കും സിപിക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ രാത്രി ഉറക്കം വരാതെ നന്ദനയെയും കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ശാരിക വരികയാണ്. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലടി, എങ്കി വാ കിടന്നുറങ്ങാം. ഇല്ല നീ പോയിക്കോ, ഞാൻ പിന്നീട് വരാം. ചേച്ചി എനിക്ക് മനസ്സിലായി, നന്ദേട്ടനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുകയല്ലേ. ദേ ചേച്ചി ആപത്തുഘട്ടത്തിൽ നന്ദേട്ടന്റെ കൂടെ നിന്നു, സഹായിച്ചു, ആ കുടുംബത്തോടുള്ള കടപ്പാടെല്ലാം കാണിച്ചു എന്ന് കരുതിയിട്ട് പഴയ ദേവികയിലേക്ക് തിരിച്ചു പോകരുത്, കണ്ണീർ ദേവികയായിട്ട് മാറരുതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ദേവി പറയാണ്, നന്ദുവിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പിന്നെ പഴയ ദേവിയിലേക്ക് ഞാൻ മാറില്ല. അങ്ങനെ മാറാതിരിക്കണം. ഇപ്പോ നന്ദേട്ടനായാലും നന്ദേട്ടന്റെ വീട്ടുകാർക്കായാലും ചേച്ചിയുടെ ഒരു ബഹുമാനം ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടെന്നറിയോ? ചേച്ചി ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കാതെ നടക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ, എടി കണ്ണീരൊലിപ്പിക്കാതെ നടക്കുന്ന ദേവികയായിട്ട് മാറണമെങ്കിൽ എനിക്ക് ഒരു കുടുംബമില്ലാതെയാവണം. പക്ഷേ അത് സാധിക്കില്ലല്ലോ. ഞാനിപ്പോ ഒരു ഭാര്യയാണ്, മരുമകളാണെന്നൊക്കെ പറയുകയാണ്. ഇത് ചേച്ചി ചേച്ചി ഒരുപാട് ചിന്തിച്ച് തല പുകയ്ക്കാതെ വന്ന് കിടക്കാൻ നോക്കി. ശരി, നീ പറയുന്നത് പോലെ ഞാൻ എൻ്റെ നിലപാടിൽ മാത്രമേ നിൽക്കുള്ളൂ. ഇനി തിരിച്ചൊരു പോക്കില്ലെന്നൊക്കെ പറഞ്ഞ് ദേവിക ശാരിക്ക് വാക്ക് കൊടുക്കുകയാണ്. ഈ സമയം ശാരിയാണെങ്കിൽ ശരി ഞാൻ കുറച്ച് വെള്ളം എടുത്ത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ എസ്തപ്പാനാണെങ്കിൽ ദേവിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് നന്ദന് പനിയാണെന്ന് പറയുമ്പോൾ, അയ്യോ എന്ത് പറ്റി? അത് നല്ല പനിയാണ്, ഞങ്ങൾ കഷായമൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ കുറവില്ല. ശരി, ഞാൻ നാളെ രാവിലെ തന്നെ എത്തിയേക്കാം. അല്ല, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമില്ല മാഡം, അതുകൊണ്ട് ഞാൻ ചെയ്യാത്ത. ശരി എസ്തപ്പൻ ചേട്ടാ, ഞങ്ങൾ എന്തായാലും രാവിലെ തന്നെ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. പിന്നീട് സിദ്ധുവും ഈ കാര്യം അറിയുന്നുണ്ട്. പ്രഭാവതിയാണെങ്കിൽ നന്ദനെ വെയ്യ എന്നുള്ള അറിയുമ്പോൾ ചെറിയൊരു ജലദോഷമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മരം നോക്കണ്ട, നന്ദൻ എന്തോ വലിയ കുഴപ്പമുണ്ട്, ഇപ്പോൾ ചെറിയ ജലദോഷത്തിൽ നിന്നാണ് വലിയ വലിയ അസുഖങ്ങൾ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഇതേ നോക്ക്, മനുഷ്യന്മാരായാലും ഒരു പനിയൊക്കെ വരും, പിന്നെ ദേവിക അവൾ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ. എന്നാ പിന്നെ ദേവിക്ക് എന്നെ കൂടി കൊണ്ടുപോയിക്കോടായിരുന്നില്ലേ? എന്തിന്? എന്തായാലും നിന്നെ ദേവിക കൊണ്ടുപോകാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രഭേ, നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കാൻ നോക്ക്. എന്തായാലും പ്രഭാവതിക്കാണെങ്കിൽ ടെൻഷൻ കൂടുകയാണ്. അങ്ങനെ ദേവിയും ഗിരീഷും ചേർന്ന് നന്ദനെ കാണാനായിട്ട് യാത്ര പുറപ്പെടുകയാണ്. ഗിരീഷ് ചേട്ടന് ബുദ്ധിമുട്ടായോ എന്നിങ്ങനെ ദേവിക ചോദിക്കുമ്പോൾ, എന്തിനു ബുദ്ധിമുട്ട്? അല്ല, ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് ഏയ് എന്തായാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ എൻ്റെ അളിയനെ കാണാമല്ലോ. അല്ല, ഗിരീഷ് ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ? മുരളിയേട്ടനെ ഞാൻ ഒന്ന് രണ്ട് ജോലികൾ ഏൽപ്പിച്ചിരിക്കുക, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ഏയ് എന്തായാലും എം.എൽ.എയുടെ അത്ര തിരക്കൊന്നും എനിക്കില്ല. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. പിന്നെ ദേവിക ഒരുപാട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നല്ലൊരു ചെറിയൊരു പനിയല്ലേ, അത് മാറിക്കോളും. മനുഷ്യന്മാരല്ലേ, ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് പനി വരുമല്ലോ. ഇല്ല, അത് പിന്നെ നന്ദുവിന് ഞാൻ വന്നതിന് ശേഷം ഇതുവരെയും പനിയും പെട്ടെന്ന് പിടിപെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയും. പിന്നെ സ്തപ്പൻ ചേട്ടൻ നല്ല പനിയുണ്ടെന്ന് പറഞ്ഞു. ദേവികെ, നിനക്ക് നന്ദനോട് ഇത്രത്തോളം സ്നേഹമുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോൾ, അതെന്താ ഗിരീഷേട്ടൻ അങ്ങനെ പറയുന്നത്? എടോ, ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. ഭാര്യയ്ക്കോ ഭർത്താവിന് ചെറിയൊരു ജലദോഷം വന്നാൽ മതി, പരസ്പരം രണ്ടാൾക്കും നല്ല ടെൻഷനാവും. ദേവിക എത്ര തരം നിഷേധിക്കാൻ ശ്രമിച്ചാലും നന്ദന് ദേവിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നന്ദനില്ലാതെ ദേവികയും ദേവികയില്ലാതെ നന്ദനും ഇനി മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഗിരീഷേട്ടന്റെ വെറും തോന്നലാണ്, ഞാനും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഒരാൾക്ക് വയ്യാതെയാകുമ്പോൾ ആർക്കായാലും ടെൻഷൻ ആവുമല്ലോ, അത്രമാത്രം. എങ്കിൽ പിന്നെ ഞാൻ വാദിക്കുന്നില്ല. എന്തായാലും എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പിന്നീട് ഇസബലെ ആവട്ടെ കെവിനോട് സംസാരിക്കുക. കെവിനെ, എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അതെന്താ ബെല്ല അങ്ങനെ പറഞ്ഞ്? അല്ല, ഋഷിയുടെ ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള മാറ്റം, ദുബായിലേക്കുള്ള ഷിഫ്റ്റിങ്, എനിക്ക് തോന്നുന്നത് ഋഷിക്കും വരുത്തതിക്കും നന്ദൻ എവിടെയാണെന്നുള്ള സത്യം അറിയാം. അങ്ങനെ വരുമ്പോൾ സത്യങ്ങൾ ലോകം അറിയുമ്പോൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ രണ്ടുപേരുടെ തലയ്ക്ക് മുകളിലേക്ക് എല്ലാം കുറ്റം ചുമത്തി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഈ ഒളിച്ചോടൽ. എന്തായാലും അവര് ബുദ്ധിപൂർവ്വം കളിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല. ഇന്ന് ഋഷി ആ ഫ്ലൈറ്റിൽ കയറി ദുബായിലേക്ക് പോയില്ലെങ്കിൽ ഒന്നുറപ്പിക്കാം, എന്തൊക്കെയോ ചതിക്കളികൾ നടക്കുന്നുണ്ട് നമ്മളെ പൂട്ടാനുള്ളത്. ഒരു ചതി നമുക്ക് പറ്റി, ഇനി ചതികൾ ആവർത്തിച്ചുകൂടാ. പിന്നെ എയർപോർട്ടിൽ എനിക്ക് കുറച്ച് ആളുകളുണ്ട്, അവരോട് ഞാൻ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചോളാം. ഋഷി ഫ്ലൈറ്റിൽ കയറിയെന്ന് ഉറപ്പ് വരുത്തണമെന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, എനിക്കും ചെറിയ ഡൗട്ടൊക്കെ തോന്നിയിരുന്നു. ഋഷിയുടെ ഫ്ലൈറ്റ് നമ്പർ അടക്കം എല്ലാം ഞാനും കളക്ട് ചെയ്യാം എന്നിങ്ങനെ കെവിന് പറയുകയാണ്. അങ്ങനെ എസ്തപ്പാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വീടിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ സമയം ദേവിക കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ട്, എസ്തപ്പാൻ ചേട്ടാ എന്ത് പറ്റി, നന്ദനിപ്പോ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓടി എത്തുകയാണ്.
ഓ, മേഡത്തിനെ കണ്ടപ്പോൾ ഒരു ആശ്വാസമായത്. ദേ കഷായൊക്കെ കൊടുത്തു. ചുക്ക് കാപ്പി വെച്ച് കുടിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. മേഡം അകത്ത് ചെന്ന് നോക്കിയൊക്കെ. അങ്ങനെ ഗിരീഷിനെ കാണുമ്പോൾ ഗിരീഷേട്ടൻ അറിയില്ലേ എന്നിങ്ങനെ ദേവിക ചോദിക്കുമ്പോൾ പിന്നെ അറിയാതെ എനിക്കറിയാം, ഇങ്ങനെ ഒരു അവസരങ്ങളിലല്ലേ എല്ലാവരെയും കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. ദേവികയാണെങ്കിൽ വേഗം അകത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയം ചേട്ടത്തിയാണെങ്കിൽ നന്ദനെ നിർബന്ധിച്ച് ചുക്ക് കാപ്പിയൊക്കെ കുടിപ്പിക്കാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് ദേവിയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ വാശി പിടിക്കുകയാണ്. ദേ വന്നല്ലോ ആളെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടത്തി പറയുമ്പോൾ നന്ദൻ നോക്കുമ്പോൾ ദേവിക ടെൻഷൻ അടിച്ച് പാഞ്ഞു വരുന്നു. ദേവി നീ വന്നോ? നന്ദു എന്താ ഇത്? എന്താ കാപ്പിയൊന്നും കുടിക്കാത്ത? എനിക്ക് വേണ്ട ദേവി. എങ്കിലേ ഇതാ ഈ മരുന്ന് കുടിക്ക്. ഏയ് എനിക്കൊന്നും വേണ്ട ദേവി, എന്നോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചിരുന്നാൽ മാത്രം മതി. ഞാൻ ദേവിയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് എസ്തപ്പാനും ഗിരീഷും വരികയാണ്. ആ ഗിരീഷേട്ടൻ ഉണ്ടായിരുന്നോ? പിന്നെ വരണ്ടേ? നാട് വിട്ട് ഒളിച്ചോടി ഇരിക്കുകയല്ലേ, അപ്പൊ പിന്നെ ഇടയ്ക്ക് കാണണ്ടേ? എന്താടാ നിനക്ക് വയ്യേ? ഏയ് ഗിരീഷേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേവിയാണെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ ഗിരീഷേട്ടാ നല്ല ചുട്ട പനിയാണ്. എന്ത് ചെയ്യും? ഹെൽത്താണ് മുഖ്യം, അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. നമുക്ക് ആദ്യം നന്ദന്റെ കാര്യം നോക്കാം. വേണ്ട, എനിക്ക് മരുന്ന് തന്നാൽ മതി, ഞാൻ കുടിച്ചോളാം. പക്ഷെ ഇപ്പൊ വേണ്ട, എനിക്ക് ദേവിയോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഓ അപ്പൊ അതാണല്ലേ കാര്യം. എസ്തപ്പൻ ചേട്ടാ, എന്തായാലും ഭാര്യയും ഭർത്താവും കൂടി സംസാരിക്കട്ടെ, നമുക്ക് പുറത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കാം. അങ്ങനെ എലിയമ്മ ചേട്ടത്തിയോട് എസ്തപ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, അതെ നല്ല കടുപ്പത്തിൽ 2 ചായ എടുത്തേക്ക് മോളെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ചേട്ടത്തിയോട് ദേവിക പറയുന്നുണ്ട്, ചേട്ടത്തി കഞ്ഞി ഇരിപ്പുണ്ടെങ്കിൽ കുറച്ചെടുത്തേക്ക്, കഞ്ഞി കൊടുത്തതിന് ശേഷം മരുന്ന് കൊടുക്കാമെന്ന്. ഓ ശരി മോളെ, അപ്പോൾ ഇതായിരുന്നല്ലേ സാറുടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചേട്ടത്തിയും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും പോയതിനു ശേഷം ദേവികയാണെങ്കിൽ നന്ദു ഇങ്ങനെ വാശി പിടിക്കരുത്, ഭക്ഷണം കഴിക്കണം, കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദേവി എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പറയണ്ട, നല്ല ചുട്ടുപൊള്ളുന്ന പനിയാണ്, ആകെ ടെൻഷൻ അടിച്ചു പോയെന്ന് പറയുമ്പോൾ നിന്നോട് സംസാരിക്കാനും നിന്നോടൊപ്പം കുറച്ച് നേരം ഇരിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. നന്ദിയുണ്ട് ദേവി, എൻ്റെ അടുത്തേക്ക് വന്നില്ലേ? എനിക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നില്ലേ? ഇപ്പൊ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദനാണെങ്കിൽ ദേവികയെ നോക്കുമ്പോൾ ദേവികയ്ക്കാണെങ്കിൽ നന്ദനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ദേവി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ആദ്യം താൻ എന്തെങ്കിലുമൊക്കെ പറയേ. നന്ദു ആദ്യം ഭക്ഷണം കഴിക്കാം, എന്നിട്ട് മരുന്ന് കഴിക്കാം, അതിനുശേഷം കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ആ ഒരു സംസാരം അവിടെ നിർത്തുകയാണ്. പിന്നീട് വിസയും ടിക്കറ്റും ഒക്കെ ആയിട്ട് അരുന്ധതിയാണെങ്കിൽ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. CP എല്ലാം കിട്ടിയില്ലേ? ഇനി ഋഷിയെ വിളിച്ചത് കൊടുക്കാം. ആ മേഡം എല്ലാം ഓക്കെയാണ്. പിന്നെ ഋഷിയെ സേഫായിട്ട് വേണം എയർപോർട്ടിൽ എത്തിക്കാനായിട്ട്. നന്ദൻ്റെ ഫ്രണ്ട്സും മറ്റും കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടെങ്കിലോ ആകെ പ്രശ്നമാവും, ഋഷിയെ കാണരുത് എന്നൊക്കെ പറഞ്ഞ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഋഷി വരുന്നത്. ദ ഋഷി, നിന്റെ ടിക്കറ്റും മറ്റും ഒക്കെ തന്നെ ഇതിലുണ്ട്. അമ്മേ ഞാൻ പോകുന്നില്ല. ഋഷി നീ എന്തീ പറയുന്നത്? അതെ അമ്മേ, എനിക്ക് ഈ നാട് വിട്ട് പോകാൻ വയ്യ. പിന്നെ കൊല്ലുന്നവർ കൊല്ലട്ടെ. ദേ മോനെ, നീ കളിക്കാൻ നിൽക്കണ്ട, ഇത് ക്രിമിനൽ കുറ്റമാണ്. എല്ലാവരും കൂടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കേസാണിത്. ആദ്യം കൊടുക്കാൻ പോകുന്നത് മോന്റെ അമ്മയായിരിക്കും. മോന്റെ അമ്മയാണ് ജയിലിനകത്ത് പോയി കിടക്കുക. മോനെന്ന് ആലോചിച്ച് നോക്കിയേ, ജയിൽ പുള്ളികളുടെ വസ്ത്രവും ധരിച്ച് അമ്മ വൃത്തികെട്ട സ്ത്രീകൾക്കൊപ്പവും കള്ളവും മോഷണവും എല്ലാം ഒന്നിച്ചു കലർന്ന സ്ത്രീകൾക്കൊപ്പവും കിടക്കുന്നതും കുളിക്കുന്നതും കഴിക്കുന്നതൊക്കെ. അങ്കിൾ ഒന്ന് നിർത്താമോ? ഞാൻ സത്യ പറയുന്നത്. അതുകൊണ്ട് മോന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം, അല്ലെങ്കിൽ അമ്മയായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി പറയുന്നു, ഋഷി ഞാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണ്, പക്ഷെ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഞാൻ സഹിക്കില്ല. നീ മരിച്ച് ജീവിച്ചു വന്നവനാണ്, നിന്നെ അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അടുത്ത നിമിഷം നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അടുത്ത നിമിഷം ഈ അമ്മ ജീവൻ കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഋഷിയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. ശരി ഞാൻ പോകാം, എന്താന്ന് വെച്ചാൽ റെഡിയാക്കിക്കോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് CPക്കും അരുന്ധതിക്കും സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്.